ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ വർഷത്തെ കോട്ടയം കൊച്ചി ഭദ്രാസന ദിനം ജനുവരി 24 ഞായറാഴ്ച ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ 120 പള്ളികളിലും 10 ആരാധനാ സമൂഹങ്ങളിലും അന്നേ ദിവസം ഭദ്രാസന ദിന സ്തോത്ര ശുശ്രൂഷ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും സുവിശേഷകരും മറ്റ് ആത്മായ പ്രവർത്തകരും ദൈവാലയങ്ങൾ സന്ദർശിക്കുകയും ഭദ്രാസന ദിനത്തിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിനും സജ്ജീകരണങ്ങളുണ്ട്. വളരെ വിസ്തൃതമായ ഭൂപ്രദേശത്താണ് കോട്ടയം കൊച്ചി ഭദ്രാസനം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം മാങ്ങാനം ബദേൽ അരമനയും ആ സെൻറ്ററും ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനമെങ്കിലും പല ജില്ലകളിൽ വ്യാപിച്ചു നിൽക്കുന്ന ഈ ഭദ്രാസനം 117 സജീവ സേവനത്തിലുള്ള അച്ഛന്മാരും 34 സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ച അച്ഛന്മാരും 22 സുവിശേഷകരുമാണ് മറ്റ് അൽമായരോട് ചേർന്ന് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മാർത്തോമാ വൈദിക സെമിനാരി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ ഭദ്രാസനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ പ്രവർത്തനം, HIV AIDS പോലെയുള്ള മാരകരോഗം ബാധിച്ചവരുടെ പുനരധിവാസവും ക്ഷേമപ്രവർത്തനങ്ങളും, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഹോസ്റ്റൽ, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ, വർക്കിംഗ് വിമന് വേണ്ടിയിട്ടുള്ള പല സ്ഥലങ്ങളിലെ ഹോസ്റ്റലുകൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹസങ്കേതം തുടങ്ങി വൈവിധ്യമാർന്ന ശുശ്രൂഷ സരണികളിലൂടെയാണ് നമ്മുടെ ഭദ്രാസനം ഈ കാലമൊക്കെ പ്രവർത്തിച്ചു പോരുന്നത്. ഏതാണ്ട് 22 പരം മിഷൻ കേന്ദ്രങ്ങൾ ഈ ഭദ്രാസനത്തിനുണ്ട്. മുഖ്യമായും ഹൈറേഞ്ച് മേഖലയിലാണ്. അവിടെ നമ്മുടെ സുവിശേഷകരും മിഷണറി അച്ഛന്മാരും താമസിച്ച് വളരെ ധന്യമായ ശുശ്രൂഷയാണ് നിറവേറ്റുന്നത്. നമ്മുടെ ഭദ്രാസന പ്രവർത്തനങ്ങൾക്ക് ഇതപര്യന്തം നമ്മുടെ വിശ്വസ്തരായ സഭാ മക്കളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായ സഹകരണങ്ങൾ വളരെ വലുതാണ്. ഓരോ കാര്യത്തെക്കുറിച്ചും പറയുമ്പോൾ അതിനോടൊക്കെയുള്ള നല്ല പ്രതികരണമാണ് നമ്മുടെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മല്ലപ്പള്ളി പ്രദേശത്തെ ഉദാരമതികളായ ചില വ്യക്തികൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സൗജന്യമായി സ്ഥലങ്ങൾ നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. ആശ്രയ മല്ലപ്പള്ളിയിൽ വളരെ അനുഗ്രഹത്തോടെ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണോ നാം ശ്രദ്ധ വച്ചിരിക്കുന്നത് ആ പ്രവർത്തനങ്ങളിലൊക്കെ ദൈവകൃപ ധാരാളം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം വളരെ സാമ്പത്തിക സഹായം ആവശ്യമാണ്. ഇതുവരെ മുടക്കം കൂടാതെ ആ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുവാൻ നല്ല മനസ്സോടെ നമ്മുടെ ആളുകൾ കൈ തുറന്ന് നമ്മെ സഹായിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടാതെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുമായി പണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിലേക്കൊക്കെ
നമ്മുടെ ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനാണ് ഇങ്ങനെയൊരു ദിനം ഭദ്രാസന ദിനമായി ആചരിക്കുന്നത്. ഈ ദിനത്തെ സ്തോത്രകാഴ്ച ഭദ്രാസനത്തിനുള്ളതാണ്. കൂടാതെ ഓരോ ഇടവകയ്ക്കും നിശ്ചിത തുകയിൽ കുറയാതെ ഭദ്രാസന ഫണ്ട് എന്ന നിലയിൽ സമാഹരിച്ച് ഏൽപ്പിക്കുന്നതിനുള്ള അറിയിപ്പുകളെല്ലാം ലഭിച്ചിട്ടുണ്ടല്ലോ. മുൻകാലങ്ങളിൽ അത് ആവശ്യപ്പെട്ടതിലധികമാണ് നമ്മുടെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ഇപ്രാവശ്യവും നിങ്ങളെല്ലാവരും അപ്രകാരം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക കൈത്താങ്ങൽ നൽകുക മാത്രമല്ല, നേരിട്ട് നമ്മുടെ സമയം കൊടുത്ത് നമ്മുടെ ഓരോരോ മേഖലയിലുള്ള പ്രത്യേക കഴിവുകളൊക്കെ നൽകി ഇവയെ പരിപോഷിപ്പിക്കേണ്ടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ചില പ്രവർത്തനങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നതിന്, അവിടെ പാർത്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ടതിന് ടീച്ചേഴ്സായി, ഹോസ്റ്റലുകളിൽ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കത്തക്കവണ്ണം വാർഡൻസായി ഒക്കെ പ്രവർത്തിപ്പാൻ നമുക്ക് ആളുകളെ വേണ്ടിയിരിക്കുന്നു. ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു വിധത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്ന തനിയെ പാർക്കുന്ന അമ്മമാർ, പിതാക്കന്മാർ ഒക്കെ നമ്മുടെ പലയിടങ്ങളിൽ ഞാൻ കാണുകയുണ്ടായി. അവർക്കെല്ലാം 6 മാസം, 1 കൊല്ലം, 2 കൊല്ലം ആ നിലയിൽ അവരുടെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ ദശാംശം നമ്മുടെ ഈ സഭാ പ്രവർത്തനങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ എത്ര അനുഗ്രഹകരമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കൊണ്ട് പോകുന്ന ഇടങ്ങളിലൊക്കെ ആ കാര്യം ലൈഫ് ടൈറ്റ്, നമ്മുടെ സമയം ദൈവവേലയ്ക്കായിട്ട് കൊടുക്കുക, നമ്മുടെ നിക്ഷേപം ദൈവവേലയ്ക്കായിട്ട് കൊടുക്കുക, നമ്മുടെ ഭൂമി ദൈവിക ശുശ്രൂഷയിൽ നമുക്ക് കെട്ടുപണികൾ ആവശ്യമായി വരുമ്പോൾ അതിനുവേണ്ടി വിട്ടു നൽകുക. ഇങ്ങനെയൊക്കെയുള്ള വിവിധ മുഖാന്തരങ്ങളിലൂടെ കർത്താവിൻ്റെ തിരുശരീരമാകുന്ന സഭയെ ശുശ്രൂഷിപ്പാൻ നമുക്ക് കഴിയണം. അതിനുള്ള നല്ല മനസ്സുള്ള ആളുകളാണ് നമ്മുടെ ഭദ്രാസനത്തിലുള്ളത്. അത് ഞാൻ പ്രത്യേകം ശ്ലാഘിക്കുകയാണ്. ഈ നാളുകളിൽ ഓടി നടന്ന് അനേക ഇടങ്ങളിൽ പോയി ഈ ഭദ്രാസനത്തിലെ പ്രിയപ്പെട്ടവരെ കണ്ട് അവരുടെ സ്നേഹം അനുഭവിപ്പാൻ, അവരുടെ ആതിഥ്യം സ്വീകരിപ്പാൻ ഒക്കെ കഴിയുന്നതിലൂടെ എത്ര മഹത്തരമായ ഒരു സ്നേഹ കൂട്ടായ്മയാണ് നമ്മുടെ ഭദ്രാസനത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ തന്നെ 4 ഇടങ്ങളിൽ വെച്ച് നടത്തി. ആയിരക്കണക്കിന് ആളുകൾ ഓൺലൈനിൽ അത് പങ്കാളികളായി. അനേകരുടെ നല്ല അറിയിപ്പുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള അവസരങ്ങൾ കൂടുതൽ കൂടുതൽ സൃഷ്ടിക്കണമെന്നും ഞങ്ങൾ വിദൂരതയിലായിരിക്കുമ്പോഴും ഭദ്രാസനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കാംക്ഷയുണ്ടെന്നും ഒക്കെ അറിയിച്ച് കണ്ടപ്പോൾ അതെത്രയോ ദൈവാനുഗ്രഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഭദ്രാസന സെക്രട്ടറി, ട്രഷറർ, നമ്മുടെ ബിഷപ്പ് സെക്രട്ടറി, കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസന അസംബ്ലി അംഗങ്ങൾ, ഓരോരോ സംഘടനകളുടെ ചുമതലക്കാർ, പ്രിയപ്പെട്ട വികാരി അച്ഛന്മാർ, സ്ഥാപനങ്ങളുടെ ചുമതലയുള്ളവർ, അതിനെല്ലാം പല പ്രകാരത്തിൽ ആത്മായ നേതൃത്വം വഹിക്കുന്നവർ, അവരുടെയൊക്കെ നല്ല സേവനങ്ങളെ ഞാൻ വിലമതിക്കുന്നു. നമ്മുടെ മോചന പോലെയുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇതിനോടകം കർത്താവിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിൽ മുഖ്യധാര ആളുകളാക്കി തീർത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നമുക്ക് കൂടുതലായി ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനെല്ലാം സഹായകമായ വിധത്തിൽ നിങ്ങളുടെ തുറന്ന മനസ്സും നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഈ ഭദ്രാസന ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ നൽകി നിങ്ങളുടെ സഹകരണം ഉറപ്പാക്കണം. എല്ലാവർക്കും ഭദ്രാസന ദിനത്തിൻ്റേതായുള്ള പ്രത്യേക ആശംസകളും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മുടെ എളിയ യത്നത്തെ അനുഗ്രഹിച്ച് അനേകരുടെ നന്മയ്ക്കായി വാഴ്ത്തി നുറുക്കി നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഭദ്രാസന ദിന ആശംസ നിങ്ങൾക്കെല്ലാവർക്കും എത്തിക്കുന്നു.
ദൈവം ഈ വചനങ്ങളിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.